ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ ഇലക്ട്രോണിക്സ് പഠനം തുടങ്ങുകയാണ്. നമ്മുടെ വിഷയം ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇലക്ട്രോണിക്സ് പഠനം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രോണിക്സ് പഠനം എന്നുള്ളത് എന്ന്. നമുക്കറിയാം, നമ്മുടെയൊക്കെ എല്ലാവരുടെയും വീടുകളിൽ വൈദ്യുതോപകരണങ്ങൾ ഉണ്ടല്ലോ അല്ലേ. അലുമിനിയം, കോപ്പർ, സിൽവർ മുതലായ ചാലകങ്ങളിലൂടെ വൈദ്യുതിയെ കടത്തിവിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്ന് പറയും. ഉദാഹരണം ഫാന്, മോട്ടോറ്, മിക്സി മുതലായവ. ഇനി അതേ വൈദ്യുതിയെ തന്നെ ചാലകങ്ങളും അർദ്ധചാലകങ്ങളും ഉപയോഗിച്ച് ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ കൂട്ടിയും കുറച്ചും നിയന്ത്രിച്ചും പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്ന് പറയും. ഉദാഹരണം റേഡിയോ, ആംപ്ലിഫയർ, TV, മൊബൈൽ, കമ്പ്യൂട്ടർ മുതലായവ. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടറുകളെ കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോണിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെമി കണ്ടക്ടർ അഥവാ അർദ്ധചാലകങ്ങൾ, അവയുടെ ഘടന, പ്രവർത്തന രീതികൾ, അവ ചെക്ക് ചെയ്യുന്ന വിധം, ഇതെല്ലാമാണ് ഇലക്ട്രോണിക്സ് പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനലോഗ് എന്നും ഡിജിറ്റൽ എന്നും രണ്ട് വിധത്തിൽ ഇലക്ട്രോണിക്സ് പഠിക്കാനുണ്ട്. സൈനോസോഡിയൽ തരംഗങ്ങൾ അനലോഗ് ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുമ്പോൾ 0, 1 അഥവാ ഓൺ ഓഫ് എന്ന രീതിയിൽ തരംഗങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്നു. ഇലക്ട്രോണിക്സ് എന്ന വാക്കിൻ്റെ അടിസ്ഥാനം ഇലക്ട്രോൺ പ്ലസ് മെക്കാനിക്സ് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഇനി സെമി കണ്ടക്ടറുകളുടെ പൂർവ്വചരിത്രം കൂടി ഒന്ന് ചെറുതായി മനസ്സിലാക്കി ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം.